കൃഷ്ണായനം 27 ഗർഗൻ വസുദേവരെ കാണുന്നു. ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മരണം ഗർഗാചാര്യനാണ് ദേവകിയെയും വസുദേവരെയും ധരിപ്പിച്ചത്. വിവരമറിഞ്ഞ ദേവകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദുഷ്ടനാണ് എൻ്റെ സഹോദരൻ, എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ അവൻ നശിപ്പിക്കും. ഗർഗൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവകി, മായ കൊണ്ട് മൂടിയ നിന്റെ കണ്ണിൽ കൃഷ്ണൻ വെറും മകൻ മാത്രം. പക്ഷേ വിരാട് പുരുഷൻ്റെ തദ്ഭവമാണ് യഥാർത്ഥത്തിൽ കണ്ണൻ. അദ്ദേഹത്തിൻ്റെ കരം കൊണ്ടുള്ള മരണം പോലും പുണ്യമാണ്. നീ വിചാരിക്കും പോലെയല്ല. ശകടാസുരനും തൃണാവർത്തനും മോക്ഷം കിട്ടി സ്വർഗത്തിൽ സുഖമായി വസിക്കുന്നു. മകളെ ദേവകി, പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മമായ രഹസ്യമാണ് ഇതൊക്കെ. ഭൗതികതയുടെ കണ്ണിൽ സത്യമെന്ന് തോന്നുന്നതെല്ലാം നശ്വരങ്ങളാണ്. ഇന്നോ നാളെയോ അനശ്വരതയോട് ചേരേണ്ടവ. ബാഹ്യരൂപത്തിന് മാറ്റം വന്ന് സത്തായി അവയെല്ലാം പരമാത്മാവിൽ ഒന്നായി നിൽക്കുന്നു. അത് ലോകത്തിൻ്റെ കേന്ദ്ര നിയമമാണ്. ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും കഥ അറിയാത്തതുകൊണ്ടാണ് നിനക്ക് ഈ വേദന. അവരുടെ പുനർജന്മ രഹസ്യം ഞാൻ പറയാം. ശകടാസുരൻ്റെ യഥാർത്ഥ നാമം ഉൽക്കചൻ എന്നാണ്. ഹിരണ്യാക്ഷൻ്റെ പുത്രനായിരുന്നു ഉൽക്കചൻ. അഹങ്കാരിയായാണ് അസുരൻ്റെ മകൻ വളർന്നു വന്നത്. ഒരു ദിവസം അവൻ ലോമശ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഉപവനത്തിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. വെറും രക്തത്തിളപ്പായിരുന്നു കാര്യം. ഉപവനവൃക്ഷങ്ങൾ പൊട്ടിച്ചിതറിയപ്പോൾ അസഹ്യനായ മഹർഷി ഉൽക്കചനെ ശപിച്ചു, നീ ദേഹമില്ലാത്തവനായി തീരട്ടെ. ശാപം ഫലിക്കുക തന്നെ ചെയ്തു. ഉൽക്കചൻ്റെ ദേഹം പാമ്പുറയൂരും പോലെ ഭൂമിയിൽ പതിച്ചു. ജഡത്തിൽ നോക്കി പശ്ചാത്താപ വിവശനായ അസുരൻ മഹർഷിയോട് ശാപമോക്ഷമിരുന്നു. പ്രസന്നചിത്തനായ മഹർഷി പറഞ്ഞു, ഉൽക്കച, ഇനിമേൽ നീ ശകടാസുരൻ എന്നറിയപ്പെടും. നിന്റെ ഈ വായുദേഹം കുറേ കാലം നിലനിൽക്കും. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ശ്രീഹരിയുടെ പാദസ്പർശമേറ്റ് നിനക്ക് മുക്തി വരും. അന്ന് ശാപമോക്ഷവും ഉണ്ടാകും. ശകടാസുരൻ ലോമശനെ വണങ്ങി വാദരൂപിയായി സഞ്ചരിച്ചു. ശാപമോക്ഷം വരുവാൻ കംസന്റെ ചൊല്ലനുസരിച്ച് പോവുകയും പൂർണ്ണ തേജസ്വിയായി വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്തു. തൃണാവർത്തൻ്റെ കഥ പറയാം, കേൾക്കൂ. പാണ്ഡുദേശത്തെ രാജാവായിരുന്നു സഹസ്രാക്ഷൻ. ഒരിക്കൽ അദ്ദേഹം രേവാനദിയിൽ ജലക്രീഡ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് സ്നാനത്തിനായി നദിക്കരയിലെത്തിയ ദുർവാസാവിനെ രാജാവ് യഥാവിധി ആദരിച്ചില്ല. അത് അഹങ്കാരമായി മുനി വിധിയെഴുതി. അതിന് ശിക്ഷ അനുഭവിക്കണം. കോപിഷ്ഠനായ മഹർഷി സഹസ്രാക്ഷനെ ശപിച്ചു, നീ രാക്ഷസരൂപിയായി തീരട്ടെ. ശാപം കേട്ടപ്പോഴാണ് പാണ്ഡുരാജാവിന് തെറ്റ് മനസ്സിലാവുന്നത്. അദ്ദേഹം മഹർഷിയുടെ കാൽക്കൽ വീണ് ക്ഷമ യാചിച്ചു. ദുർവാസാവ് പറഞ്ഞു, നിന്നിൽ ഞാൻ പ്രസന്നനായി. ബാലഗോപാലനായി വർത്തിക്കുന്ന ഭഗവാനിൽ നിനക്ക് മോചനം ഉണ്ടായിരിക്കും. തൃണാവർത്തൻ രാക്ഷസരൂപിയായി ഭൂമണ്ഡലത്തിൽ മഹർഷിമാരെ ഉപദ്രവിച്ചും കന്യകമാരെ ദ്രോഹിച്ചും നടന്നു. അവൻ കംസന്റെ സുഹൃത്തായി. അവൻ്റെ ആജ്ഞയനുസരിച്ച് ചുഴലിക്കാറ്റായി വന്നു കണ്ണനിൽ നിന്നും മോക്ഷം നേടി. ഗർഗാചാര്യൻ കഥ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണൻ വിശ്വരക്ഷകനാണ്. എല്ലാം അവനിൽ നിന്നുണ്ടാകുന്നു, അവനിൽ ലയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിയും സ്ഥിതിയും ലയവും അവൻ തന്നെ. ശിക്ഷകനും രക്ഷകനും തന്മയീഭവിക്കുന്നു. വേദജ്ഞന്മാർ ഇവനെ അക്ഷരമെന്ന് പറയുന്നു. ആസക്തികൾ വെടിഞ്ഞ യോഗികൾ ഇവനിലാണ് പ്രവേശിക്കുന്നത്. ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് മനസ്സിനെ ഹൃദയത്തിൽ അടക്കി സൂക്ഷ്മ തത്വത്തെ ഉണർത്തി വർത്തിക്കുന്ന ഒരുവൻ ഇവനിലാണ് അവസാനം എത്തുന്നത്. ആ മായാമയനെ എങ്ങനെ അധകരിക്കുവാൻ കഴിയും? കഥ കേട്ടുകഴിഞ്ഞ ദേവകി ശ്രീകൃഷ്ണ രൂപത്തിൻ്റെ മുമ്പിലെത്തി കരം കൂപ്പി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മനസ്സ് മറ്റൊന്നായി. മകൻ്റെ രൂപമായി മനസ്സിൽ വിളങ്ങി. ഗർഗാചാര്യൻ വസുദേവരോട് പറഞ്ഞു, കംസന് ഗോകുലം മുഴുവൻ നശിപ്പിക്കാൻ ആലോചനയുണ്ട്. ദേവകിയുടെ പുത്രൻ തന്നെയാണ് അമ്പാടിയിൽ വസിക്കുന്നതെന്നുവരെ കംസൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ നാളത്തേക്ക് ഇവിടം വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പോയാൽ മതി. ആത്മാവിന് ശാന്തി ലഭിക്കും.
കുഞ്ഞിന് അനുഗ്രഹവുമാകും. പുണ്യസ്ഥലങ്ങൾ കണ്ടിരിക്കുകയുമാകാമല്ലോ. വസുദേവരും ദേവകിയും ആ വാക്കുകൾക്ക് വഴങ്ങി. ഗർഗാചാര്യൻ ഭവനത്തിലേക്ക് മടങ്ങി. 28 നന്ദൻ്റെ പൂർവ്വകഥ. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഗർഗാചാര്യൻ്റെ ഉപദേശപ്രകാരം വസുദേവരും ദേവകിയും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭാഗീരഥിയുടെ തീരം വഴി യാത്ര പോകാമെന്നവർ ഉറച്ചു. സായാഹ്നത്തിൽ ഗർഗാചാര്യനും അക്രൂരനും എത്തി. ദേവകിയും വസുദേവരും ആചാര്യനെ വന്ദിച്ച് പൂജിച്ചു. എല്ലാവരും ഇരുന്നപ്പോൾ ഗർഗൻ ചോദിച്ചു, ദേവകിയുടെ മുഖത്തെന്താണ് ഒരു ഗ്ലാനി? യാത്രയ്ക്ക് വിഷമം വല്ലതുമുണ്ടോ? ദേവകി കൈകൂപ്പി പറഞ്ഞു, ആചാര്യ, എനിക്ക് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. ഇവിടെയാകുമ്പോൾ കണ്ണൻ്റെ കാര്യങ്ങൾ ആചാര്യൻ്റെ മുഖത്ത് നിന്ന് അറിയുകയെങ്കിലും ചെയ്യാം. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ അറിവ് ഒരു സന്തോഷമാണ്. ദൂരേക്ക് അകന്നു പോകുമ്പോൾ മനസ്സ് വിഷാദം കൊള്ളുന്നു. യശോദ ജീവനെപ്പോലെ നോക്കും എന്നറിയാം. എങ്കിലും നൊന്തുപെറ്റ വയറിന് ആശ്വാസം കാണുമോ? ഗർഗാചാര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവകി, മകനെ പിരിയുന്ന ഒരമ്മയുടെ വേദന ആർക്കും ഊഹിക്കുവാനാവുകയില്ല. ജന്തുജാലങ്ങളിൽ കൂടി അത് അസഹ്യമാണ്. അപ്പോൾ വിശേഷ ബുദ്ധിയുള്ളവരിലോ? എങ്കിലും ആസന്നമായ ചില സന്ദർഭങ്ങളിൽ നാം വേണ്ടത് ചെയ്തേ മതിയാകൂ. അത്തരമൊരു ഘട്ടമാണിത്. പിന്നെ നന്ദഗോപനെയും യശോദയെയും കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ പൂർവ്വകഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. ആ കഥ വിശദമായി അറിയിക്കാം. അവർക്ക് പോലും അറിവില്ലാത്ത സത്യമാണത്. വളരെ പണ്ട് തന്നെ പ്രശസ്തമായ ഒരു നഗരമായിരുന്നു ഉജ്ജയിനി. ഉത്തുംഗ ഗോപുരങ്ങൾ നിറഞ്ഞ മഹാക്ഷേത്രങ്ങളായിരുന്നു നഗരത്തിന് പ്രശസ്തി നൽകിയത്. ഉദ്യാനങ്ങൾ കൊണ്ടും ഇളം കാറ്റോടി നടക്കുന്ന ആഴം കുറഞ്ഞ നദികൾ കൊണ്ടും നഗരം നയനാഭിരാമമായി. പട്ടണത്തിൻ്റെ തിലകക്കുറിയെന്നോണം മഹാകാളക്ഷേത്രം നഗരമധ്യത്തായി തല ഉയർത്തി നിൽക്കുന്നു. ശിവന്റെ സാന്നിധ്യം കൊണ്ടും ദേവിയുടെ തേജസ്സിനാലും പൂർണ്ണത മുറ്റിയ ക്ഷേത്രമാണ് മഹാകാളം. പ്രശസ്തമായ ആ ക്ഷേത്രത്തിനടുത്ത് ചന്ദ്രസേനൻ എന്നു പേരുള്ള ഒരു രാജാവ് താമസം ഉറപ്പിച്ചു. ഭക്തിയിൽ അദ്വിതീയനായിരുന്നു അദ്ദേഹം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരും. ക്ഷിപ്രാനദിയിൽ കഴുത്തിനൊപ്പം ജലധാരയിൽ നിന്ന് പഞ്ചാക്ഷരി ചൊല്ലും. ഓളമിട്ടൊഴുകുന്ന നദിയിൽ താമര മുകുളമാണെന്നേ തോന്നൂ രാജാവിൻ്റെ മുഖം കണ്ടാൽ. പ്രഭാതത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് നടക്കും. നിർമ്മാല്യം വാരി സ്ഥാണുവായ ദൈവരൂപം ദർശിക്കും. ദീപാരാധന കഴിവോളം അവിടെ തങ്ങും. ശിവനെ മനസ്സിൽ ധരിച്ച് ഭസ്മക്കുറി ചാർത്തി നിൽക്കുമ്പോൾ ആത്മാവ് കൈലാസത്തിൽ കുന്നിൻ മുകളിലൊത്തിരിക്കുന്ന ചന്ദ്രചൂഡൻ്റെ പാദത്തിലായിരിക്കും. എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ച് പഞ്ചാക്ഷരി സദാ ചൊല്ലി കൃത്യനിഷ്ഠയിൽ മുഴുകിയ രാജാവ് സ്വർഗത്തിൽ പ്രശസ്തനായി. സാത്വിക ഭക്തിയിൽ അനവരതം ലയിച്ച മനസ്സുമായി സഞ്ചരിക്കുന്ന രാജാവിൽ പ്രീതനായി മാണിഭദ്രൻ എന്ന യക്ഷൻ രാജാവിന് ചിന്താമണി എന്ന ഒരു രത്നം ദാനം ചെയ്തു. ഈ വിവരം നിമിഷങ്ങൾക്കുള്ളിൽ മറ്റ് രാജാക്കന്മാർ അറിഞ്ഞു. ചിന്താമണി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് രാജാക്കന്മാർക്ക് അറിയാം. എങ്ങനെയും അത് തട്ടിയെടുക്കുവാൻ മറ്റുള്ളവർ മുതിർന്നു. അവരൊത്തുചേർന്ന് സാത്വികനായ രാജാവിനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു. രാജാവ് മഹാകാളത്തിലെത്തി ക്ഷേത്രത്തിനകത്ത് ശിവനെ ഭജിച്ച് കഴിഞ്ഞുകൂടി. ഈ അവസരത്തിൽ മഹാകാളനെ സേവിക്കുന്നതിന് മകനോടൊത്ത് ഒരു ഗോപിക അവിടെ വന്നു. ഗോപികയുടെ മകന് ഏറിയാൽ 5 വയസ്സ് കാണും. അവൻ്റെ നാമം ശ്രീകരൻ എന്നായിരുന്നു. ദൃഢമായ ഭക്തിയിൽ മുഴുകിയ നിഷ്കർമ്മശനായ ശ്രീകരൻ്റെ മനസ്സിൽ ശിവൻ കുടിയിരുന്നു. അത്ഭുതകരമായ ശൈവ ചൈതന്യം അവനിലുണ്ടായി. ശിവ തേജസ് ശ്രീകരൻ്റെ മനസ്സിൽ കുടിയിരുന്നതോടെ അവൻ കളിക്കോപ്പെല്ലാം വലിച്ചെറിഞ്ഞ് ചുടലേശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങി. ഗോപിക എന്തെല്ലാം പറഞ്ഞിട്ടും കുട്ടി ഭവനത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറായില്ല. അവൻ ധ്യാനത്തിൽ തന്നെ വർത്തിച്ചു. സമയമേറുന്തോറും ഭവനത്തിലേക്ക് മടങ്ങുവാൻ കഴിയാതെ ഗോപിക കുഴങ്ങി. കരങ്ങൾ കൂപ്പി ചുണ്ടിൽ പഞ്ചാക്ഷരി ഉരുക്കഴിച്ച് ബദ്ധാസനത്തിൽ ശ്രീകരൻ നടരാജനെ വണങ്ങി സ്തുതിച്ചു കൊണ്ടിരുന്നു. സഹികെട്ട ഗോപിക മകനെ പ്രഹരിക്കുവാൻ തുടങ്ങി. കുട്ടി ചെറുത്തില്ല, കരഞ്ഞില്ല, പരിദേവനം നടത്തിയതുമില്ല. എല്ലാം സഹിച്ചു. മർദ്ദനം കൂടിയപ്പോൾ ബോധം പോയി. അവൻ നിലത്ത് വീണു. എല്ലാവരും ഈ രംഗം കണ്ട് അതിശയിച്ചു നിന്നു. ബോധം കെട്ട് വീണ ശ്രീകരനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുവാൻ ഗോപിക മുതിർന്നു. പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നു. ശിവലിംഗം 2 പിളർന്നു.
അർദ്ധനാരീശ്വരനായ ശിവൻ പുറത്തേക്ക് എഴുന്നള്ളി. നടരാജമൂർത്തി പിനാകപാണിയായി ശ്രീകരൻ്റെ സമീപമണഞ്ഞു. ശിരസിൽ വിളങ്ങുന്ന ഗംഗ പോലും ഭയന്നു. ത്രിനേത്രൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ ഭഗവാൻ ശ്രീകരനെ മന്ദം തലോടി. ആരോഗ്യവാനായി കുഞ്ഞ് എഴുന്നേറ്റു. അവൻ മഹാകാളനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ അർദ്ധനാരീശ്വര, എൻ്റെ മാതാവിൻ്റെ അവഹേളനം പൊറുക്കണം, അപരാധം ക്ഷമിക്കണം, അനുഗ്രഹം നൽകണം. എൻ്റെ ആഗ്രഹം അത് മാത്രമാണ്. അറിവില്ലാത്ത മാതാവ് ചെയ്ത കുറ്റങ്ങൾ അവരോട് ക്ഷമിക്കുകയില്ലേ? അഷ്ടമൂർത്തി പ്രസന്നനായി ശ്രീകരനെ അനുഗ്രഹിച്ചു, നന്ദിച്ചു, ഗോപികയെ ആശീർവദിച്ചു. ഗോപികയും തെറ്ററിഞ്ഞ നടരാജമൂർത്തിയെ ശരണം പ്രാപിച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ചന്ദ്രസേനൻ. ചന്ദ്രസേനനെ കൊല്ലുവാൻ വേഷം മാറി വന്നിരുന്ന രാജാക്കന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും കാണുകെ അതുല്യവും അത്ഭുതരസ ദ്യോതകവുമായ ചിന്താമണി ചന്ദ്രസേനൻ ശ്രീകരന് ദാനമായി നൽകി. അമൂല്യമായ ദാനമായിരുന്നു അത്. ശ്രീകരൻ്റെ ജന്മം ധന്യമായി. ചന്ദ്രസേനൻ ശ്രീകരനെ അനുഗ്രഹിച്ചു. ശ്രീകര, നിന്റെ ഭാവി ഞാൻ കാണുന്നു. അതിശുദ്ധവും ആനന്ദസന്ദായകവുമായ ഒരു ഭാവിയാണ് നിന്നിൽ നിഗൂഢമായിരിക്കുന്നത്. നിന്റെ 8ാം തലമുറയിൽ നിത്യമായ ഒരു അത്ഭുതം നടക്കും. വിരാട് പുരുഷൻ നിന്റെ മകനായി വന്നു ഭവിക്കും. അതിനു മുൻപ് 7 ജന്മങ്ങൾ നീ അനുഭവിക്കേണ്ടതുണ്ട്. 8ാം ജന്മത്തിൽ നിന്റെ നാമം നന്ദഗോപൻ എന്നായിരിക്കും. ഇത്രയും പറഞ്ഞ് ശ്രീകരനെ അനുഗ്രഹിച്ചു. ഭാഗീരഥിയുടെ മണൽപ്പുറത്തുകൂടെ അദ്ദേഹം ഹിമാലയത്തിൻ്റെ നിശബ്ദതയിലേക്ക് നടന്നു കയറി. പല ജന്മങ്ങൾ കഴിഞ്ഞു. ശ്രീകരൻ അഷ്ടവസുക്കളിൽ ഒരാളായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ നാമം ദ്രോണൻ എന്നായിരുന്നു. സാത്വികനും സമർത്ഥനുമായിരുന്നു ദ്രോണൻ. അദ്ദേഹം ധര എന്ന യുവതിയെ വേളി കഴിച്ചു. ഏറെ നാൾ കഴിഞ്ഞിട്ടും അവർക്ക് സന്താനങ്ങൾ ജനിച്ചില്ല. അദ്ദേഹം മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് മന്ദര പർവ്വതത്തിലെത്തി കഠിന തപസ് അനുഷ്ഠിച്ചു. എരിതീ മധ്യത്തിൽ നിന്നുകൊണ്ട് കത്തിക്കാളുന്ന സൂര്യബിംബത്തെ നോക്കി തപസ് തുടർന്നു. കഠിനമായ തപസ്സിൽ നാൻമുഖൻ പ്രത്യക്ഷപ്പെട്ട് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. ഭഗവാനെ, ഞങ്ങൾക്ക് ഒരു മകൻ ഉണ്ടാകാനാണ് കഠിനമായ തപസ് ഞാൻ നടത്തിയത്. വിഷ്ണു തന്നെ മകനായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നാൻമുഖൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഈ ജന്മത്തിൽ സഫലമല്ല. അടുത്ത ജന്മത്തിൽ നിങ്ങൾ നന്ദഗോപനായും യശോദയായും ജനിക്കും. ഭഗവാൻ വിഷ്ണു നിങ്ങൾക്ക് മകനായി ഭവിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് നാൻമുഖൻ പറഞ്ഞു. പൂർവജന്മങ്ങളെ ധന്യമാക്കിക്കൊണ്ട് നന്ദഗോപനും യശോദയും ഗോകുലത്തിൽ ജനിച്ചു. അവർക്ക് മകനായി ശ്രീഹരിയും ഭവിച്ചു. അതുകൊണ്ട് അല്ലയോ ദേവകി, നീ അസ്വസ്ഥയാകേണ്ട കാര്യമില്ല. ഭവിക്കേണ്ടതെല്ലാം ഭവിക്കുക തന്നെ ചെയ്യും. ഗ്ലാനിയോ വേദനയോ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. പുണ്യതീർത്ഥങ്ങളാടി ദേവന്മാരെ പ്രസാദിപ്പിച്ച് നിങ്ങൾ മാനവ ജീവിതത്തെ ധന്യമാക്കുവിൻ. ഇത്രയും പറഞ്ഞ് ഗർഗൻ അവരെ അനുഗ്രഹിച്ചു. ദേവകിയും വസുദേവരും തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങി ഇറങ്ങുകയും ചെയ്തു.